ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയുന്നത് ഇത് ഒരു ജനിതക പ്രശ്നമാണോ എന്നുള്ളതാണ്. അതിന്റെ മറുപടി ഇതൊരു ജനിതക പ്രശ്നം അല്ല എന്നുള്ളതാണ്. ജനിച്ചു വീഴുന്ന സമയത്തുണ്ടാകുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ആയിട്ടല്ല ശാസ്ത്ര ലോകം ഈ ഒരു അവസ്ഥയെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1844 മുതൽ ലോകത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള സൈക്കാട്രിസ്റ്റുകൾ, മനോരോഗ വിദഗ്ധരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ് APA അഥവാ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അവർ 1952 APA എന്ന് പറയുന്ന സംഘടന DSM, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്ന DSM എന്ന് പറയുന്ന ഒരു പട്ടിക പുറത്തിറക്കുകയാണ്. എന്താണ് ആ പട്ടികയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്? മാനസിക വൈകല്യങ്ങളെ കുറിച്ചാണ് ആ പട്ടികയിൽ പറയുന്നത്. എന്തൊക്കെ മാനസിക രോഗങ്ങളുണ്ട് എന്നുള്ളത് 1952 അതിറക്കുമ്പോൾ 130 പേജുകളിലായി 106 മനോവൈകല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് 1968 ഇതിന്റെ 2ാം പതിപ്പിറങ്ങുകയാണ്. അന്ന് 134 പേജുകളിലായി 182 മനോരോഗങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രോഗമാണ് ഞാൻ ഈ പരാമർശിച്ച ലെസ്ബിയൻ കപ്പിൾസ്, അതല്ലെങ്കിൽ സ്വർഗ അനുരാഗം, സ്വർഗ ലൈംഗികത എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തികച്ചും പ്രകൃതി വിരുദ്ധമായ ഇത് എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രലോകം ഇത് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ അല്ല, ഇതൊരു മാനസിക വൈകല്യമാണ്, മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചത്. 1970 അമേരിക്ക എന്ന് പറയുന്ന നഗരത്തിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് ഈ സൈക്കാട്രിസ്റ്റുകളുടെ ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് സ്വർഗാനുരാഗത്തിന്റെ സംഘടനാ ഭാരവാഹികൾ ഇടിച്ചുകുത്തി പ്രതിഷേധിക്കുകയും മൈക്ക് കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതൊരു മനോരോഗമല്ല എന്ന് നിങ്ങൾ പ്രസ്താവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമ്മേളനത്തെ അവിടെ വല്ലാത്ത രൂപത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇതിലുള്ള അംഗങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കലായി, അവരുടെ വീടുകൾ കയറി ഇറങ്ങലായി, അവരെ ഭീഷണിപ്പെടുത്തലായി. അങ്ങനെ തൽഫലമായി കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പിന്റെ രൂപത്തിലേക്ക് ഇതിന്റെ തീരുമാനത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ശാസ്ത്രം ഒരു അസുഖത്തെ ഇത് അസുഖമാണെന്നോ ഇതൊരു മാനസിക രോഗമാണോ എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ വേണം, നിരന്തരമായ ശാസ്ത്രീയ വശങ്ങൾ വേണം. അത് 1-2 ആളുകളുടെ അതല്ല, അതൊരു ബോർഡിന്റെ മുന്നിൽ അവതരിപ്പിക്കണം, എന്നിട്ട് അതിന് സാങ്ഷൻ കിട്ടണം, അംഗീകാരം കിട്ടണം. അതെല്ലാം കിട്ടിയിട്ട് എത്തുന്ന ഒരു കൺക്ലൂഷനിലൂടെയാണ് ഇതൊരു അസുഖമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു അസുഖത്തെ 1973 ഈ ഒരു മാനസിക രോഗമാണ് എന്ന തീരുമാനത്തെ, ശാസ്ത്രീയമായി വിജയിച്ചൊരു തീരുമാനത്തെ വോട്ടെടുപ്പിലൂടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ അവസാനമായിട്ടും, ശാസ്ത്രം കണ്ടെത്തിയ ഒരു അസുഖത്തെ വോട്ടിങ്ങിലൂടെ ഇത് അസുഖമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഗതികേട് വന്നു. അങ്ങനെയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഇതൊരു മാനസിക രോഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്.